നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാജ്യമെമ്പാടും ഇൻഡിഗോ വിമാനങ്ങൾ വളരെ വ്യാപകമായി മുടങ്ങുകയാണ്. യാത്രക്കാർ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. യാത്രക്കാർ പല വിമാനത്താവളങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് വരാനായി ഹൈദരാബാദ് വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഈ ഇൻഡിഗോ വിമാനം വൈകുന്നത് കാരണം കുടുങ്ങിപ്പോയ അയ്യപ്പ ഭക്തരുടെ കഥയടക്കം നമ്മൾ ഇന്നലെ പങ്കുവച്ചതാണ്. അത്രമാത്രം രാജ്യത്തെ വിമാനത്താവളങ്ങളിലുടനീളം ഈ ഇൻഡിഗോ വിമാനങ്ങൾ മുടങ്ങുകയാണ്. ഇതിൽ യാത്രക്കാർ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. പലർക്കും വിചാരിച്ച സമയത്ത് പലയിടങ്ങളിലും എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 200ഓളം ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. 100ഓളം ഇൻഡിഗോ വിമാന സർവീസുകളാണ് വൈകി ഓടിയത്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഇൻഡിഗോ വിമാന കമ്പനി നേരിടുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇൻഡിഗോ വിമാന കമ്പനിയെ ബാധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് രാജ്യത്ത് വ്യോമയാന രംഗത്തെ സുരക്ഷ, വ്യോമയാന രംഗത്തെ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കൽ എന്നിവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമപ്രകാരം ഇപ്പോൾ വിമാന കമ്പനികൾക്ക് കൂടുതൽ ജീവനക്കാരെ ആവശ്യമുണ്ട്. കാരണം നിലവിൽ വിമാന കമ്പനികൾ ജീവനക്കാരെ അധിക സമയം ജോലി ചെയ്യിക്കുന്നു എന്ന പരാതി ഇത് സുരക്ഷാ കാരണങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന ആശങ്ക ഇതൊക്കെ ഉള്ളതിനാൽ ഈ രംഗത്തെ വളരെ വിദഗ്ധമായ പഠനത്തിന് ശേഷമാണ് ജീവനക്കാരുടെ ഈ ജോലിഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചിന്തയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയത്. ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ചട്ടമാണ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ്. ഇതുപ്രകാരം ഇത് നിലവിൽ വന്നതോടുകൂടി വ്യോമയാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് ജീവനക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമം കൂടി വന്നപ്പോൾ ജീവനക്കാരുടെ ദൗർലഭ്യം നേരിട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. അതായത് രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്ന ഒരു ഇന്ത്യൻ എയർലൈൻ ആണ് ഇൻഡിഗോ വിമാന കമ്പനി. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർക്ക് ആവശ്യത്തിന് റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു പരിഷ്കാരം ഈ നിയമത്തിൽ കൊണ്ടുവന്നതോടുകൂടി ഇൻഡിഗോയ്ക്ക് ജീവനക്കാരെ ഈ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് വിമാനങ്ങൾ വൈകാനും വിമാനങ്ങൾ റദ്ദാക്കാനുമുള്ള പ്രധാന കാരണം. പക്ഷേ ഇത് പ്രധാന കാരണമാണ് എങ്കിൽ പോലും രാജ്യത്താകമാനം ഇന്നലെ വിമാന സർവീസുകൾ മുടങ്ങാൻ മറ്റ് 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തേത് വിമാന കമ്പനിയുടേതല്ല. രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ വിമാനത്താവളങ്ങളിൽ ചെക്ക് ഇൻ ആൻഡ് ഡിപ്പാർച്ചർ കൺട്രോൾ സിസ്റ്റംസ് ഇന്നലെ പരാജയപ്പെട്ടിരുന്നു. ഇന്നലെ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം രാജ്യത്ത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മാത്രമല്ല ഉത്തരേന്ത്യയിലടക്കം അതിശൈത്യം വരുന്ന ഒരു സമയമാണ്. കാലാവസ്ഥ അങ്ങനെയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിരാവിലെയുള്ള വിമാന സർവീസുകളെ പുകപടലങ്ങളും അതുപോലെ തന്നെ മൂടൽമഞ്ഞും അടക്കം തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ചില കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ മറ്റു പല വിമാന കമ്പനികളുടെയും വിമാനങ്ങളും വിമാന സർവീസുകൾ താമസിച്ച് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇൻഡിഗോ വിമാന കമ്പനിയെ പ്രത്യേകമായി തന്നെ ബാധിച്ചത് 200ഓളം ഇൻഡിഗോ ഫ്ലൈറ്റുകൾ റദ്ദാക്കാനിടയായി. മാത്രമല്ല 100ഓളം ഇൻഡിഗോ വിമാന സർവീസുകൾ വൈകി ഓടാൻ കാരണമായി. ഇത് രണ്ടും അത് കൃത്യമായി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള വീഴ്ചയാണ് എന്നാണ് DGCA ഇപ്പോൾ വിലയിരുത്തുന്നത്. അതായത് കമ്പനിക്ക് ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന് കമ്പനി ഇതിനോടകം തന്നെ DGCA അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവനക്കാരുടെ കുറവ് എത്രയും വേഗം പരിഹരിച്ചുകൊണ്ട് ഈ വിമാന സർവീസുകൾ സാധാരണഗതിയിലാക്കും എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. പുതിയ ഒരു നിയമം അല്ലെങ്കിൽ ചട്ടങ്ങളിൽ ഒരു പരിഷ്കാരം വരുത്തുമ്പോൾ അതെങ്ങനെയാണ് തങ്ങളെ ബാധിക്കാൻ പോവുക എന്ന് ഒട്ടുമിക്ക വിമാന കമ്പനികളും നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അതിനാവശ്യമായ നടപടികൾ അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇൻഡിഗോ വിമാന കമ്പനി അങ്ങനെ ഒരു മനസ്സിലാക്കൽ നടത്താനും അതുപോലെ അതിനാവശ്യമായ നടപടിക്രമങ്ങൾ, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനും അവർ പരാജയപ്പെട്ടതാകാം ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് DGCA വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇൻഡിഗോ വിമാന കമ്പനി അധികൃതരെ DGCA നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അവരുടെ പക്കലുള്ള പ്ലാനുകൾ എന്താണ് എന്നും കൃത്യമായി അറിയിക്കാൻ DGCA ഇപ്പോൾ ഇൻഡിഗോ വിമാന കമ്പനിയെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വ്യോമയാന രംഗത്ത് മറ്റൊരു പ്രതിസന്ധിയായി മാറുകയാണ് ഇൻഡിഗോ വിമാനത്തെ ബാധിച്ചിരിക്കുന്ന ഈ ജീവനക്കാരുടെ പ്രതിസന്ധി. അത് എത്രയും വേഗം മറികടക്കും എന്നാണ് കമ്പനി അധികൃതരും ഇപ്പോൾ അവകാശപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.